ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ അലഖ് 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ. വിവരണം 4. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാനവിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സഞ്ചരിക്കാൻ അവനെ പ്രാപ്തനാക്കുന്ന വിദ്യാഭ്യാസ രീതി ആർക്ക് സംഭാവന ചെയ്യാൻ കഴിയും? ആ ചർച്ചയിൽ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരേണ്ട ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ ആർജിക്കേണ്ട പ്രഥമമായ അറിവ് ഏതാണ്? ഇതാണ് മനുഷ്യൻ ആർജിക്കേണ്ടുന്ന പ്രഥമമായ അറിവ്. ഒന്നാമതായി അവനെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മനുഷ്യനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. ആർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവോ, സ്വന്തത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിഞ്ഞുവോ, അവന് തന്റെ റബ്ബിനെ, രക്ഷിതാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നൊരു വാക്യം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മനുഷ്യനെ തിരിച്ചറിയുക എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഞാനെന്ന മനുഷ്യൻ ആരാണ് എന്ന് തിരിച്ചറിയുക. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. 19 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് ഞാൻ എന്തായിരുന്നു എന്ന് പറയുക സാധ്യമല്ല. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ പടച്ചത് ആരാണ്? അപ്പൊ ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഇനി എനിക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്? ഈ വക കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര വലിയ ഡിഗ്രികൾ എടുത്ത ആളുകളായിരുന്നാലും അവൻ അറിവില്ലാത്തവനാണ്. ഞാൻ ആരാണ്? എവിടെ നിന്ന് വന്നു? എങ്ങോട്ട് പോകുന്നു? ഈ ഭൂമിയിൽ എന്റെ ദൗത്യം എന്താണ് എന്നറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥത്തിൽ അറിവില്ലാത്തവനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് ആര് ഉത്തരം നൽകും? ആരാണ്? എവിടെ നിന്ന് വന്നു? എങ്ങോട്ട് പോകുന്നു? എന്താണ് ഇവിടുത്തെ ദൗത്യം? ഈ ചോദ്യങ്ങൾക്ക് ആര് ഉത്തരം നൽകും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മനുഷ്യന് സ്വയം സാധിക്കുകയില്ല. മനുഷ്യന് സ്വയം സാധിക്കണമെങ്കിൽ മനുഷ്യനെ പടച്ചത് മനുഷ്യൻ തന്നെ ആയിരിക്കണം. അങ്ങനെ ഒരു വാദം ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു മനുഷ്യനും ഉന്നയിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നെ പഠിച്ചത് ഞാനാണ്, മനുഷ്യനെ പഠിച്ചത് മനുഷ്യനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞതായി നാം കാണുന്നില്ല, കേൾക്കുന്നുമില്ല. അപ്പൊ മനുഷ്യനെ പഠിച്ചത് മനുഷ്യനല്ലെങ്കിൽ ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മനുഷ്യന് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും അവിടെയാണ് സ്രഷ്ടാവിന്റെ സാന്നിധ്യം നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നത്. മനുഷ്യനെ പടച്ചത് ആരാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവനും പടച്ച അതേ രക്ഷിതാവ് തന്നെയാണ് മനുഷ്യനെയും പടച്ചിട്ടുള്ളത്. ആ മനുഷ്യനെ പടച്ച ആ സത്താവ് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച രീതിയാണ് പ്രവാചകന്മാരെ നിയോഗിക്കുക എന്ന് പറയുന്നത്. ആ പ്രവാചകന്മാരിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനുഷ്യർക്ക് അതാത് സമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാമത്തെ ഗുരുനാഥന്മാരാരാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരാണ്. ഇത് അംഗീകരിക്കാത്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മാനവികമായ മൂല്യങ്ങൾക്കെതിരായ ധർമ്മച്യുതിയിൽ അധിഷ്ഠിതമായ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളുടെ എല്ലാം കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
യഥാർത്ഥത്തിലെ ഗുരുവര്യന്മാരെ തിരിച്ചറിയാൻ മനുഷ്യന് സാധിച്ചില്ല. അതാണ് ഇപ്പൊ മനുഷ്യ സമൂഹത്തിന്റെ ഒന്നാമത്തെ ഗുരുനാഥന്മാരാണ് പ്രവാചകന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യനെ തിരിച്ചറിയാൻ ആവശ്യമായ വിദ്യാഭ്യാസം നൽകുകയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. ഇസ്ലാമിന്റെ വിദ്യാഭ്യാസത്തിന്റെ, ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ മൂലശില, അടിസ്ഥാന ശിലയും ഇതാണ്. പ്രവാചകന്മാരാണ് അതിന് ആദ്യത്തെ കല്ലുവെച്ചത്. ആ മൂലശില, അടിസ്ഥാനം നമുക്ക് നൽകിയിട്ടുള്ളത് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് വിവരത്തിന്റെ, വിജ്ഞാനത്തിന്റെ, വിവര വിജ്ഞാന വിസ്ഫോടനം എന്നൊക്കെ നമ്മൾ പറയും. വൈജ്ഞാനിക വിപ്ലവത്തിന്റെ കാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ താൻ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പല മെഷീനറികളെ കുറിച്ചും പല മെഷീനുകളെ കുറിച്ചും പല സാമഗ്രികളെ കുറിച്ചും പല ആയുധങ്ങളെ കുറിച്ചും മനുഷ്യൻ പലതും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യനെ കുറിച്ച്, അവൻ ആരാണെന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നേടിയെടുത്ത അറിവുകൾ കൊണ്ടത് ഫലം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്, വ്യക്തമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, വ്യക്തമായ അടിസ്ഥാനങ്ങളുണ്ട്. ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. ഇസ്ലാമിന് ജീവിതത്തെ സംബന്ധിച്ച് സ്വന്തമായ കാഴ്ചപ്പാടുള്ളതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്വന്തമായ കാഴ്ചപ്പാടുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഖലീഫയാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അള്ളാഹു മലക്കുകളോട് പറഞ്ഞതായി കാണാം, ഞാൻ ഭൂമിയിൽ എന്റെ ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണ്. അപ്പൊ ഭൂമിയിലെ അള്ളാഹുവിന്റെ ഖലീഫയാണ്, പ്രതിനിധിയാണ് മനുഷ്യൻ എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഭൂമിയും അതിലെ സകല വിഭവങ്ങളും മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു പടച്ചിട്ടുള്ളത് എന്നും പറയുന്നു. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ആകാശഗോളങ്ങളെ പോലും അള്ളാഹു മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും അതിലെ സൃഷ്ടിജാലങ്ങളെയും കുറിച്ച് പഠനം നടത്തി യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തി അവ മനുഷ്യ ജീവിതത്തിന് പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഭൂമിയിലെ അള്ളാഹുവിന്റെ ഖലീഫ എന്ന നിലക്ക് മനുഷ്യന് നിർവഹിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന മനുഷ്യൻ മറ്റൊരു ലോകത്തെ ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും ആ മറുലോകത്തെ ജീവിതത്തിൽ ഭൂമിയിലേക്ക് അയച്ച സൃഷ്ടാവിന്റെ തൃപ്തി സമ്പാദിച്ച് ആയിരിക്കണം ആ മറുജീവിതത്തിലേക്ക്, ആ പരലോക ജീവിതത്തിലേക്ക് എനിക്ക് പോകേണ്ടത് എന്ന നിർബന്ധ ബുദ്ധി മനുഷ്യന് ഉണ്ടാകേണ്ടതുണ്ട്. ഈ നിലക്ക് മനുഷ്യനെ സജ്ജമാക്കുന്നതാകണം മനുഷ്യന് ലഭിക്കുന്ന വിദ്യാഭ്യാസം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ മനുഷ്യനെ മനുഷ്യനാക്കാൻ, മാനവിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ പ്രാപ്തനാക്കാൻ സാധിക്കുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ബാക്കി വിവരണങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ നോക്കാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.